Dear friends, you are welcome to Historia. ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ തന്നെ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പുതിയ രീതിയിലുള്ള പാറ്റേൺ നമുക്കറിയാലോ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് മുഴുവനായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളായിട്ട് നമ്മൾ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓർക്കുക. ഇന്ത്യയിൽ ഏത് വൈസ്രോയുടെ കാലഘട്ടത്താണ് ഇൽബർട്ട് ബിൽ വിവാദം ഉണ്ടായത്? ഇന്ത്യയിൽ ഏത് വൈസ്രോയുടെ കാലഘട്ടത്താണ് ഇൽബർട്ട് ബിൽ വിവാദം ഉണ്ടായത്? ഓർത്തുവയ്ക്കുക, മോഡേൺ ഇന്ത്യയിൽ നിന്നൊരു ചോദ്യമാണ്. ലോർഡ് റിപ്പൺ 1880 മുതൽ 84 വരെ ഭരിച്ച 1880 മുതൽ 84 വരെ ഇന്ത്യയിൽ ഭരിച്ച ലോർഡ് റിപ്പന്റെ കാലഘട്ടത്താണ് ഏതുണ്ടായത്? ഇൽബർട്ട് ബിൽ വിവാദം ഉണ്ടായത് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഈ ലോർഡ് റിപ്പണുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റു കാര്യങ്ങൾ. ഒന്ന്, കാലഘട്ടം എടുത്തുക 1880 മുതൽ 84 വരെ. രണ്ടാമത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ്. ഒന്നാം ഫാക്ടറി നിയമം കൊണ്ടുവന്ന്, ഒന്നാം ഫാക്ടറി ബിൽ അല്ലെങ്കിൽ ഒന്നാം ഫാക്ടറി നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ കുറഞ്ഞ പ്രായപരിധി ഉയർത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ കുട്ടികളെ ആ ബാലവേലയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ചെറിയൊരു ശ്രമം കൂടി നമ്മുടെ ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തുണ്ടായി. അപ്പോൾ ഫാക്ടറി ബിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഇതോടൊപ്പം തന്നെ വെർനാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്ത് നാട്ടുഭാഷ പത്ര നിയമം കൊണ്ടുവന്നത് ലോർഡ് ലിട്ടൺ ആണ്. അത് റദ്ദാക്കിയത് ലോർഡ് റിപ്പൺ ആണ്. അപ്പൊ നാട്ടുഭാഷ പത്ര നിയമം കൊണ്ടുവന്ന ലിട്ടൺ, അത് റദ്ദാക്കിയത് ലോർഡ് റിപ്പൺ ആണ്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ശാസ്ത്രീയമായ ഫസ്റ്റ് സെൻട്രലൈസ്ഡ് ആൻഡ് സയന്റിഫിക് സെൻസസ്, ഇന്ത്യയിൽ ആദ്യത്തെ ശാസ്ത്രീയമായ സെൻട്രലൈസ്ഡ് സെൻസസ് ഇന്ത്യയിൽ കൊണ്ടുവന്നതും ലോർഡ് റിപ്പൺ. അതേസമയം ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത് ലോർഡ് മേയുടെ കാലഘട്ടത്താണ്. പക്ഷേ ശാസ്ത്രീയമായ കേന്ദ്രീകൃതമായ സെൻസസ് ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചും ലോർഡ് റിപ്പൺ ആണ്. ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ വില്യം ഹണ്ടർ കമ്മീഷൻ 1882 ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിൽ നിയമിച്ചതും ആരാണ്? ലോർഡ് റിപ്പൺ ആണ്. അപ്പൊ മറക്കണ്ട, ഇൽബർട്ട് ബിൽ വിവാദം ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ പ്രതികളായിട്ടുള്ള കേസുകളിൽ അവർക്കെതിരെ വിധി പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ ജഡ്ജിമാർക്കും അനുവാദം നൽകുന്ന ഒരു ബില്ലാണ് ഇൽബർട്ട് ബിൽ വിവാദം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വൈസ്രോയി നമ്മൾ പറഞ്ഞ ലോർഡ് റിപ്പൺ ആണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടും ലോർഡ് റിപ്പൺ ആണ്. പിന്നെ നമ്മൾ പറയുന്നത് ഫാക്ടറി നിയമം കൊണ്ടുവന്ന് കുട്ടികളെ രക്ഷപ്പെടുന്നു. അപ്പൊ ഒന്നാം ഫാക്ടറി ബിൽ കൊണ്ടുവന്നും ലോർഡ് റിപ്പൺ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു മറ്റൊരു 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി അതിനെ കൂടെ നമ്മൾ പഠിച്ചു. ഒന്ന്, ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ നിയമിക്കുന്നതും ലോർഡ് റിപ്പൺ ആണ്. അതോടൊപ്പം ഇന്ത്യയിൽ ആദ്യ ശാസ്ത്രീയമായ സയന്റിഫിക് ആൻഡ് സെൻട്രലൈസ്ഡ് സെൻസസ് ഇന്ത്യയിൽ കൊണ്ടുവന്നാലും ലോർഡ് റിപ്പൺ. അപ്പൊ റിപ്പണുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ പഠിക്കുക. പൊതുവെ വൈസ്രോയിമാരുടെ റിഫോംസുകൾ തന്നെയാണ് ചോദിക്കാറ്. അപ്പൊ ഈ ലോർഡ് റിപ്പൺ നടത്തിയ ഈ റിഫോംസുകളെല്ലാം പഠിച്ചാൽ വളരെ ബെറ്റർ ആയിരിക്കും. കാലഘട്ടം 1880 മുതൽ 1884 വരെയാണ്, 80 മുതൽ 84 വരെയാണ് ലോർഡ് റിപ്പന്റെ കാലഘട്ടം. ക്ലിയർ ആയിരിക്കുമല്ലോ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശി ആരാണ്? നമുക്കറിയാം INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശി എന്ന് പറയുന്നത് ജോർജ് യൂൾ ആണ്. 1888 അലഹാബാദ് സെഷനാണ്. 1888 അലഹാബാദ് സെഷൻ ജോർജ് യൂൾ ആണ് INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശി. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ജോർജ് വെഡർബൺ എന്ന് പറയുന്ന വ്യക്തിയാണ് രണ്ടാമത് INC പ്രസിഡന്റ് ആകുന്ന വിദേശി. അദ്ദേഹം 1889 1910 ജോർജ് വെഡർബൺ INC പ്രസിഡന്റ്. അതിനുശേഷം പിന്നീട് വരുന്നത്, അപ്പൊ 2 തവണ INC പ്രസിഡന്റ് ആയിട്ട് വിദേശി വെച്ചാൽ അത് വെഡർബൺ ആണ്. 2 തവണ INC പ്രസിഡന്റ് ആകുന്ന വിദേശി അത് വെഡർബൺ ആണ്. മൂന്നാമത് വരുന്നത് ആൽഫ്രഡ് വെബ് ആണ് പിന്നീട് വരുന്നത്. 1894 ആൽഫ്രഡ് വെബ് വരുന്നത്. പിന്നീട് 4ാമത്തെ ആൾ ഹെൻറി കോട്ടൺ. 1904 ആരാണ്? ഹെൻറി കോട്ടൺ. അപ്പൊ അങ്ങനെ 4 വിദേശികളാണ് INC പ്രസിഡന്റ് ആകുന്നത്. മറക്കണ്ട, ആരെങ്കിലും? ജോർജ് യൂൾ 1888, അത് കഴിഞ്ഞാൽ വില്യം വെഡർബൺ 2 തവണ 1889 1910 പറഞ്ഞു. അത് കഴിഞ്ഞാൽ ആൽഫ്രഡ് വെബ് 1894, അത് കഴിഞ്ഞാൽ ഹെൻറി കോട്ടൺ 1904. ഇങ്ങനെ 4 വിദേശികളാണ് INC പ്രസിഡന്റ് ആകുന്നത്. അതേസമയം INCയുടെ ജനറൽ സെക്രട്ടറി ആകുന്ന ഒരേ ഒരു ഇംഗ്ലീഷുകാരനാണ് ആര്? അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക, INCയുടെ 23 വർഷം തുടർച്ചയായി INC ജനറൽ സെക്രട്ടറി ആയി വ്യക്തി വെച്ചാൽ അത് നമ്മൾ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായിട്ടുള്ള ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം അല്ലെങ്കിൽ AO ഹ്യൂം നടത്തുക. ഇനി INC പ്രസിഡന്റ് ആയിട്ടുള്ള വനിതകളെ നമുക്ക് നോക്കാം. ഈ വിദേശികളെ പോലെ തന്നെ INC പ്രസിഡന്റ് ആയിട്ടുള്ള വനിതകൾ നോക്കാം.
ആദ്യത്തെ വനിത ആരാണ്? 1917 നമുക്കറിയാം ആനി ബെസന്റ് ആണ്. അത് കഴിഞ്ഞാൽ സരോജിനി നായിഡു 25 വരുന്നുണ്ട്. നെല്ലിസൺ ഗുപ്ത വരുന്നുണ്ട്. 1959 ഇന്ദിരാഗാന്ധി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 1997 സോണിയാഗാന്ധി. ഇങ്ങനെ 5 വനിതകളാണ് INC പ്രസിഡന്റ് ആക്കുന്നത്. മറക്കണ്ട, ആനി ബെസന്റ്, അത് കഴിഞ്ഞാൽ സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. ക്ലിയർ ആയല്ലോ? അപ്പൊ INC പ്രസിഡന്റായിട്ടുള്ള വിദേശികളും ഈ വനിതകളും ഒന്ന് നല്ല ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പൊ 2 ചോദ്യങ്ങളും ഇപ്പൊ മോഡേൺ ഇന്ത്യയിലാണ് വന്നത്. 2 ചോദ്യങ്ങളും മോഡേൺ ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം എന്ത്? മഞ്ജീര എന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഞ്ജീര എന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓർമ്മിക്കുക, മഞ്ജീര എന്ന നദി നമ്മുടെ ഗോദാവരിയുടെ വലതു ഭാഗത്തുള്ള റൈറ്റ് വിങ് ട്രൈബ്യൂട്ടറിയാണ്. മഞ്ജീര ആൻഡ് പ്രവര, മഞ്ജീര ആൻഡ് പ്രവര ഇത് രണ്ടും ഗോദാവരിയുടെ റൈറ്റ് വിങ് ട്രൈബ്യൂട്ടറിയാണ്. റൈറ്റ് വിങ് വെച്ചാൽ വലതു ഭാഗത്തുള്ള പോഷക നദിയാണ് ഇത് മഞ്ജീരയും പ്രവരയും. വലതു ഭാഗം എന്ന് പറയുന്നത് നദി ഒഴുകുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡ്, നദി ഏത് ഭാഗത്തേക്കാണ് ഒഴുകുന്നത് അതിന്റെ റൈറ്റ് സൈഡ്, അതാണ് റൈറ്റ് വിങ് ട്രൈബ്യൂട്ടറി, ലെഫ്റ്റ് വിങ് ട്രൈബ്യൂട്ടറി എന്നത്. അപ്പൊ മഞ്ജീര ആൻഡ് പ്രവര രണ്ടും മറക്കണ്ട, ഗോദാവരിയുടെ വലതു ഭാഗത്തുള്ള പോഷക നദികളാണിത് മഞ്ജീരയും പ്രവരയും. പിന്നെ അത് കഴിഞ്ഞാൽ പൂർണ്ണ, പ്രാണഹിത, ഇന്ദ്രാവതി, ശബരി, ബൻഗംഗ ഇതൊക്കെ ഗോദാവരിയുടെ ലെഫ്റ്റ് വിങ് ട്രൈബ്യൂട്ടറി ആണ്. ഗോദാവരിയുടെ ഇടതുഭാഗത്തുള്ള പോഷക നദികളാണ് അതൊക്കെ. ഈ പറഞ്ഞ ഏതൊക്കെയാണ്? പൂർണ്ണ ഉണ്ട്, പ്രാണഹിത ഉണ്ട്, ഇന്ദ്രാവതി ഉണ്ട്, ശബരി ഉണ്ട്, ബൻഗംഗ ഇതൊക്കെ ഗോദാവരിയുടെ ലെഫ്റ്റ് വിങ് ട്രൈബ്യൂട്ടറി ആണ്. അതേസമയം മഞ്ജീര, പ്രവര എന്ന് ഓർത്തിക്കുക, അത് ഗോദാവരിയുടെ വലതു ഭാഗത്തുള്ള പോഷക നദിയാണ്. ഇനി ഗോദാവരിയെ ഓർത്തിക്കുക, 1465 കിലോമീറ്റർ ഉള്ള 1465 കിലോമീറ്റർ ഉള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്റർ ഉള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന നദിയെല്ലാം ഏതാണ്? ഗോദാവരിയാണ്. നമ്മുടെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും ഒഴുകുന്ന നദിയാണ് അത് നമ്മൾ പറയുന്നത് ഗോദാവരി. അപ്പൊ മറക്കണ്ട, ഗോദാവരി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഉപദ്വീപ്, സബ് കോണ്ടിനെന്റ് ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് എന്നോർത്ത് വയ്ക്കുക. ആന്ധ്രാപ്രദേശിന്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന നദിയാണ് എന്നോർത്ത് വയ്ക്കുക. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ്. 1465 കിലോമീറ്റർ ആണ്. നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നാസിക്കിന്റെ മഹാരാഷ്ട്ര, നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ ഗോദാവരിയുടെ വലത് ഭാഗത്തുള്ള റൈറ്റ് വിങ് ട്രൈബ്യൂട്ടറി ആണ് നമ്മൾ പറഞ്ഞ മഞ്ജീര ആൻഡ് പ്രവര. ലെഫ്റ്റ് വിങ് ട്രൈബ്യൂട്ടറി ആണ് പൂർണ്ണ, പ്രാണഹിത, ശബരി, ഇന്ദ്രാവതി ആൻഡ് ബൻഗംഗ. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഗോദാവരി എന്ന നദി പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് ഇന്ത്യ ഫാക്ട് ജോഗ്രഫി ഭാഗത്താണ് വരുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കരേവ സോയിൽ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമെന്ന്. ഈ ചോദ്യം പല രീതിയിലും ചോദിക്കാറുണ്ട്. കരേവ സോയിൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജമ്മു കാശ്മീർ എന്ന് പറയും. കരേവ സോയിൽ എന്തിന്റെ കൃഷിക്ക് സ്യൂട്ടബിൾ ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പറയാം സാഫ്രോൺ, കുങ്കുമപ്പൂവിന്റെ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ചോദ്യം കൂടി വ്യത്യസ്തമാണ്. ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നതെന്ന് ചോദിക്കുന്നത്. ക്ലിയർ ആയ ചോദ്യം മനസ്സിലായോ? പൊതുവെ ചോദിക്കുക കരേവ സോയിൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അപ്പൊ നമ്മൾ പൊതുവെ ജമ്മു കാശ്മീർ, അല്ലെങ്കിൽ കരേവ സോയിൽ എന്തിന്റെ ഫെർട്ടിലിറ്റിക്ക് അനുയോജ്യമാണ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ സാഫ്രോൺ, കുങ്കുമപ്പൂ അങ്ങനെ പറയണം. പക്ഷെ ഇവിടെ ചോദ്യം ഓർത്തിക്കുക, കരേവ സോയിൽ ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓർത്തിക്കുക, ഹിമാലയത്തിന്റെ കാശ്മീർ ഭാഗം അല്ലെങ്കിൽ കാശ്മീർ ഹിമാലയത്തിലാണെന്ന് എഴുതുകയാണ് കരേവ സോയിൽ കാണപ്പെടുന്നത്. കരേവ സോയിൽ കാശ്മീർ ഹിമാലയത്തിലാണ് നമ്മൾ കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ ലഡാക്ക്, സസ്കാർ, ഹിന്ദുക്കുഷ്, പിർപഞ്ചൽ തുടങ്ങിയ മൗണ്ടൈൻ റേഞ്ചുകൾ ഏതൊക്കെ പറയാം? ലഡാക്ക് ഉണ്ട്, സസ്കാർ ഉണ്ട്, പിർപഞ്ചൽ ഉണ്ട്, ഹിന്ദുക്കുഷ് ഉണ്ട്, കാശ്മീർ ഭാഗം. ഇതെല്ലാം കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ്. എന്നാൽ വടക്കു പടിഞ്ഞാറൻ കാശ്മീർ, വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗം, ഹിമാലയത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഹിമാലയം ഭാഗം, അതാണ് നമ്മൾ കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് പറഞ്ഞത് ഹിന്ദുക്കുഷ് ഉണ്ട്, സസ്കാർ ഉണ്ട്, ലഡാക്ക് ഉണ്ട്, പിർപഞ്ചൽ വരുന്നത്. ഇതെല്ലാം ഈ കാശ്മീർ ഹിമാലയത്തിന് ഈ ഭാഗത്താണ് നമ്മൾ ഏത് കാണുന്നത്? കരേവ സോയിൽ കാണപ്പെടുന്നത്. അപ്പൊ ഇത് സാഫ്രോൺ നമ്മൾ പറയുന്ന കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് വളരെ അനുയോജ്യമായ മണ്ണാണത് കരേവ സോയിൽ. ക്ലിയർ ആയിരിക്കുമല്ലോ? ഓക്കെ. അപ്പൊ അതിന് ജോഗ്രഫിക്കൽ ആംഗിളും കിട്ടി, പൊളിറ്റിക്കൽ ആംഗിളും കിട്ടി. ഇനി ഫൈനലി 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം പറഞ്ഞത് ഇന്ത്യയിൽ പരിസ്ഥിതി നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്. ഇന്ത്യയിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ പരിസ്ഥിതി നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്. 1986. മറക്കണ്ട, 1986 നമുക്കറിയാം ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ആണ്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് നിലവിൽ വന്ന വർഷവും 1986 ആണ്. അതേ വർഷം തന്നെയാണ്
നാഷണൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ പരിസ്ഥിതി നിയമം നിലവിൽ വർഷം 1986 എന്ന് വെച്ചാൽ അത് വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ 1984 ഡിസംബർ 3 1984 ഡിസംബർ 3 നമ്മുടെ ഭോപ്പാൽ ട്രാജഡി ആകുന്നുണ്ട്. 1984 ഡിസംബർ 3 ഭോപ്പാൽ ട്രാജഡി. അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പറഞ്ഞ നാഷണൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആയിട്ട് 1986 നിലവിൽ വന്നത്. ആർട്ടിക്കിൾ 253 ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 53 കീഴിലാണ് നമ്മൾ ഈ പറഞ്ഞ നാഷണൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടും നിലവിൽ വന്നത്. മറക്കണ്ട 1986 പരിസ്ഥിതി നിയമം നിലവിൽ വന്നു. പിന്നെ കരേവ സോയിൽ മറക്കണ്ട, ഗോദാവരി മറക്കണ്ട, കാശ്മീർ ഹിമാലയം മറക്കണ്ട. പിന്നെ നമ്മൾ പറഞ്ഞ ലോർഡ് റിപ്പൺ, അതോടൊപ്പം മഞ്ചീര നദി, അതോടൊപ്പം INCയുടെ വനിതാ പ്രസിഡന്റുമാരും വിദേശി പ്രസിഡന്റുമാരും മറക്കാതിരിക്കുക. അപ്പൊ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണെന്ന് നമ്മൾ പഠിച്ചത്. ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വളരെ നല്ല ഭംഗിയായിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കമന്റ് ചെയ്താൽ വേണ്ട ഉത്തരങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഹായ് പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം കമന്റും ചെയ്യുക. പ്ലസ് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ പഠിക്കുന്ന കൂട്ടുകാരോ ഫ്രണ്ട്സിനോ അവർക്കെല്ലാം അല്ലെങ്കിൽ അറിവ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.